അങ്ങനെ നമ്മുടെ 10th പ്രിലിംസിൻ്റെ 4 ഫേസ് പരീക്ഷകളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 4 ഫേസ് പരീക്ഷ എഴുതിയവർക്കും തുല്യ നീതിയാണോ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പറയാൻ കഴിയും, ഒരിക്കലും അങ്ങനെയല്ല. കഴിഞ്ഞ 10th പ്രിലിംസിന് എന്താണോ ആവർത്തിച്ചത് അതേ കാര്യം തന്നെയാണ് ഈ 10th പ്രിലിംസിലും ആവർത്തിച്ചിട്ടുള്ളത്. ഒരു പരീക്ഷ എഴുതിയവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ബാക്കിയുള്ളവർക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റുന്നതും, നാലാമത്തെ ഫേസ് പരീക്ഷ എഴുതിയവർക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരുന്നു നമ്മുടെ 10th പ്രിലിംസിന് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒരു വീഡിയോ എത്തിച്ചു കൊടുത്ത ശേഷം അവരോടും കൂടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയണം. വേറെ ഒന്നുമല്ല, നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഫേസ് എക്സാം ആണ്, എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി, എല്ലാവരും മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. സത്യസന്ധമായിട്ട് നിങ്ങളുടെ മാർക്കും അതുപോലെ തന്നെ ഏത് ഫേസ് ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് പറയുക. നമുക്കൊരു റീസർവേ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നടത്തിയിട്ടുള്ള ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്ന ഈ ഒരു കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ നടത്തിയിട്ടുള്ള പോളിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് മാത്രം പോരാ, നിങ്ങളുടെ മാർക്കിൻ്റെ കമൻസിൻ്റെ ആ ഒരു റേഞ്ച് കൂടി അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഏത് ഫേസ് ആണ്, ഇപ്പോൾ നിങ്ങളുടെ പേര്, ഇപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹരിശങ്കറിൻ്റെ പേരാണ്, ഹരി ഫസ്റ്റ് ഫേസ് ഇത്ര മാർക്ക് 60 മാർക്ക്, ആ ഒരു മാർക്ക് ആ ഒരു റേഞ്ചിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് പറയുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോ അല്ല, പക്ഷേ നിങ്ങളുടെ മാർക്ക് റേഞ്ച് എത്രത്തോളമാണ്, എത്രത്തോളം മാർക്ക് ഉള്ളവർക്ക് നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ഇതിൽ 4 ഫേസ് ആയിട്ടാണ് പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഏകദേശം 4,30,000 പേരടുപ്പിച്ചാണ് നമ്മുടെ 10th പ്രിലിംസ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്ന് പറയുമ്പോൾ ഓരോ ഫേസിലും ഏകദേശം 1,00,000 മേലെ ആൾക്കാർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ സേഫ് സോൺ ആയിട്ടുള്ള മാർക്ക് റേഞ്ച്, എത്രത്തോളം മാർക്ക് ഉള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, 10th മെയിൻസിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ ഫേസും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് റേഞ്ചിൻ്റെ കാര്യം കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യം നമ്മുടെ യൂണിവേഴ്സിറ്റി LGS 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് പോൾ അനുസരിച്ച് ഏകദേശം 14,000 പേര് ചെയ്തിട്ടുള്ള ഈ ഒരു പോളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 29% മാർക്ക് 70-80 മാർക്ക് റേഞ്ചിലുള്ളവർക്കാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ കാണാനായിട്ട് കഴിയും, കണ്ടല്ലോ, 70-80 മാർക്കിലുള്ളവർക്ക് ഏകദേശം 29% ആൾക്കാരാണ് ഈ 70-80 എന്ന് പറയുന്ന മാർക്ക് റേഞ്ചിലോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഇതേ സിറ്റുവേഷൻ നമ്മുടെ 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസിലോട്ട് വരുമ്പോഴും വ്യത്യാസം വരുന്നില്ല. 70-80 തന്നെയാണ് സെക്കൻഡ് ഫേസിലെയും മാർക്ക് റേഞ്ച് ആയിട്ട് വരുന്നത്. അവിടെയും 18% പേർക്ക് ലഭിച്ചിട്ടുള്ള മാർക്കാണ് 70-80 എന്ന് പറയുന്നത്. എന്നാൽ ഇതേ സിറ്റുവേഷൻ നമ്മുടെ തേർഡ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറുകയാണ്. 60-70 ആയിട്ട് മാറുന്നു അവിടുത്തെ മാർക്ക് റേഞ്ച്. കണ്ടല്ലോ, ഒരേ പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് ഡിഫറൻറ്റ്, അല്ലെങ്കിൽ ഒരേ പരീക്ഷ ഡിഫറൻറ്റ് ഫേസുകളായിട്ട് എഴുതിയവർക്ക് ഡിഫറൻറ്റ് എക്സാമിനേഷൻ മാർക്കുകൾ അല്ലേ. ഇവിടെ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ നോർമലൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ ഓർ നോർമലൈസേഷൻ എങ്ങനെ നിങ്ങളെ ബാധിക്കുന്നു എന്നുള്ള കാര്യം ഈ 4 ഫേസിൻ്റെയും റേഞ്ച് പറഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ തേർഡ് ഫേസിൽ ലഭിച്ചിട്ടുള്ള മാർക്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 60-70 ആണ്. അതുപോലെ തന്നെ ഫോർത്ത് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ഉൾട്ടയായിട്ട് മാറും. എന്ന് പറയുമ്പോൾ 80-90 ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് 17%. നിങ്ങൾ ആ ബാക്കിയുള്ള റേഞ്ചിൻ്റെ വ്യത്യാസം നോക്കിയേ, 17, 11, 12, 15. കണ്ടോ, ആ ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് 80 മേലെ മാർക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഫോർത്ത് ഫേസിൽ വന്നിട്ടുണ്ട് ആ ഒരു വ്യത്യാസം. അപ്പോൾ എന്തായാലും 4 ഫേസുകാർക്കും ഒരേ ലെവലിലല്ല ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായിട്ട് അത് പോളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു പരീക്ഷ നടത്തുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും തുല്യ നീതിയിലാവണമെന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുക, ഒന്നിൽ നിങ്ങൾ നേരത്തെ നടത്തിയതുപോലെ തന്നെ ഒറ്റ ഫേസ് പരീക്ഷയാക്കുക. ഓറൽസ് നിങ്ങൾ 4 ഫേസോ 40 ഫേസോ ആക്കി പരീക്ഷ നടത്തുക. എല്ലാവർക്കും ഒരേ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒരു പരീക്ഷ എഴുതിയവരെ വലിച്ചു താഴെ ഇടാനും ബാക്കിയുള്ളവരെ കരയിലോട്ട് കയറ്റാനുള്ള ഈ ഒരു നീക്കം എന്ന് പറയുന്നത് എൻറ്റയർലി നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് കഴിഞ്ഞ 10th പ്രിലിംസിന് കാണാനായിട്ട് കഴിഞ്ഞു അല്ലേ. അതിലും എന്താണ് സംഭവിച്ചത്, ഒരു പ്രിലിംസ് എഴുതി പരീക്ഷ, ഒരു സെറ്റ് ഓഫ് പ്രിലിംസ്, ഒരു പർട്ടിക്കുലർ
ഗ്രൂപ്പിൽ എഴുതിയ ആൾക്കാർ ഒന്നും ലിസ്റ്റിനകത്ത് വരാത്തൊരു സിറ്റുവേഷനും അല്ലെങ്കിൽ വളരെ കുറച്ച് പേര് ലിസ്റ്റിനകത്ത് വന്നൊരു സിറ്റുവേഷനും ബാക്കിയുള്ളവരൊക്കെ കൂട്ടത്തോടെ കയറിയ ഒരു സിറ്റുവേഷനും ഉണ്ടായി. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ നോർമലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം എങ്ങനെ നിങ്ങളെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോർമലൈസേഷനും വരുന്നുണ്ട്, സ്റ്റാൻഡർഡൈസേഷനും വരുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ആ ഒരു സ്റ്റാൻഡർഡൈസേഷനിൽ ബെനിഫിറ്റ് കിട്ടിയ ഫേസുകാരെന്നറിയാമോ? അതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പരീക്ഷ എഴുതിയവർക്കായിരുന്നു അതിൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യം അവർ കൂട്ടത്തോടെ കയറി, ബാക്കിയുള്ളവരൊക്കെ അതിനകത്ത് പ്രശ്നം വന്നു എന്ന് പറയുമ്പോഴത്തേക്കും 45 മാർക്കാണ് ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വാങ്ങിച്ചത്. ബാക്കിയുള്ള സിമ്പിൾ ഫേസ് എല്ലാം 55 മാർക്ക് വാങ്ങിച്ചു. അപ്പോൾ ഈ 45 മാർക്ക് വാങ്ങിച്ച ആൾക്കാർ കൂടുതൽ എന്ത് ചെയ്തു? ലിസ്റ്റിലോട്ട് വന്നു. 55 മാർക്ക് വാങ്ങിച്ചതിന് അല്ലെങ്കിൽ 55 മാർക്ക് വാങ്ങിച്ചവനും എന്ത് ചെയ്തിട്ടില്ല? മറ്റേ സിമ്പിൾ ഫേസിൽ 55 മാർക്ക് വാങ്ങിച്ചവൻ ലിസ്റ്റിൽ വന്നിട്ടില്ല. ബാക്കി മറ്റേ ബുദ്ധിമുട്ടുള്ള ഫേസിൽ 45 മാർക്ക് വാങ്ങിച്ചവൻ ലിസ്റ്റിലോട്ട് വന്നു. അതാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. സ്റ്റാൻഡർഡൈസേഷൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ അത് തന്നെയാണ്. ആ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ SIയുടെ സബ് ഇൻസ്പെക്ടറിൻ്റെ പ്രിലിംസ് പരീക്ഷയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതേ സിറ്റുവേഷൻ 10th പ്രിലിംസിന് വരും ഇഫ് അവിടെ എന്ത് വന്നാൽ സ്റ്റാൻഡർഡൈസേഷൻ വന്നാൽ. എന്നാൽ ഇവിടെ നോർമലൈസേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവാൻ പോകുന്നതും തേർഡ് ഫേസുകാർക്ക് തന്നെയാണ്. നോർമലൈസേഷൻ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഫോർത്ത് ഫേസും പരീക്ഷ എഴുതിയവർ കൂട്ടത്തോടെ കയറും. ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് തേർഡ് ഫേസുകാരാണ്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. നമ്മുടെ ഭരണഘടനയിൽ തന്നെ എന്താണ് പറയുന്നത്? ഇക്വാളിറ്റി ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ പരീക്ഷയുടെ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് ഇക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിൽ ഇത്രയും ബുദ്ധിമുട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സിസ്റ്റം തന്നെ ഉള്ളതെന്നുള്ള ചോദ്യം അവിടെ വരെയാണ്. കാര്യം ഒരാൾക്കാരെന്ന് വെച്ചാൽ അവരിതൊരു ഭാഗ്യ പരീക്ഷണമല്ല. നമ്മൾ മറ്റേ ഓണം ബമ്പർ ലോട്ടറി എടുക്കുന്ന ഒരു അവസ്ഥ കേരള PSCയിലെ പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടായാൽ പിന്നെ എന്താണ് പരീക്ഷയ്ക്ക് ഒരു അർത്ഥമായിട്ട് വരുന്നത്? അല്ലേ? പരീക്ഷ 4 ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 ഫേസോ 40 ഫേസോ ആയിട്ട് നിങ്ങൾ നടത്തിക്കോ. പക്ഷേ ഈ എഴുതുന്ന എല്ലാവർക്കും തുല്യ നീതിയാണ് അവിടെ വരേണ്ടത്. ഒരിക്കലും ഒരു ഫേസുകാരൻ മാത്രം വലിച്ച് താഴെയിടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പരീക്ഷാ സിസ്റ്റംസ് ഒന്നും മാറാനായിട്ട് പാടില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷനാണ് നിലവിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ സ്റ്റാൻഡർഡൈസേഷൻ വരുമോ നോർമലൈസേഷൻ വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ കേരള PSCയിലെ കയ്യിലാണുള്ളത്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സേഫ് മാർക്ക് അല്ലെങ്കിൽ മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട മാർക്ക് എവിടെ മുതലാണ്? ഒരു 60-ന് മേലെ മാർക്കുള്ള ഏത് ഫേസുകാരായാലും, അതിപ്പോൾ സെക്കൻഡ് ഫേസ് ആയാലും തേർഡ് ഫേസ് ആയാലും ഫോർത്ത് ആയാലും നമ്മുടെ ഫസ്റ്റ് ഫേസ് ആയാലും ഏത് ഫേസുകാരാണെങ്കിലും ഒരു 60 മാർക്കിന് മുകളിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. കാര്യം കേരള PSCയുടെ കാര്യമാണ്, നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഒരു ആവറേജ് മാർക്കായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നൊരു മാർക്കും ഒരു 55-60 ആ ഒരു റേഞ്ച് തന്നെയാണ്. പിന്നെ ഇത് പ്രിലിംസ് പരീക്ഷയാണ്, മെയിൻസ് അല്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ആ ഒരു ലെവലിലോട്ടൊക്കെ കട്ട് ഓഫ് വരാനുള്ള സാധ്യതകളുണ്ട്. എന്ത് തന്നെയായാലും 55 മുകളിൽ മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 60-ന് മേലെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക? മെയിൻസിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുക. നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കാര്യം ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മാർക്ക് പേര്, നിങ്ങളുടെ ഏത് ഫേസിലാണ് നിങ്ങൾ പരീക്ഷ എഴുതിയത്, നിങ്ങളുടെ മാർക്ക് ഏതാണ് എന്നുള്ള കാര്യം എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും കൃത്യമായി തന്നെ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പരീക്ഷ എഴുതിയ 10th പ്രിലിംസ് എഴുതിയ എല്ലാ കൂട്ടുകാരിലേക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അധികാരികളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മീഡിയാസിലേക്കും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പല മീഡിയാസും നമ്മുടെ പ്രശ്നങ്ങൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അവരും അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. പലരും അതിനെ വളച്ചൊടിച്ചുകൊണ്ട് വരാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു കാര്യം നമുക്ക് മീഡിയ അറ്റൻഷൻ കിട്ടേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മാർക്ക് റേഞ്ചിൻ്റെ കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കമൻറ്റിലൂടെ മാത്രമേ അറിയാനായിട്ട് കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് എത്രയുണ്ട് എന്നുള്ള കാര്യം ഫേസ് മാർക്ക് ഉൾപ്പെടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. PSC അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സെക്കൻഡ് ചാനലുണ്ട്. സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ചാനലിലൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചധികം കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.